Deutschland. Why? Or a warum? സോ ജർമ്മൻ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് എന്തുകൊണ്ട് നമ്മൾ പരിചയപ്പെടണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ ജർമ്മനി ഈയിടെയായി ഓപ്പൺ ചെയ്തിരിക്കുന്ന അതിൻ്റെ ലേബർ മാർക്കറ്റ് അല്ലെങ്കിൽ ജർമ്മനിക്കുള്ള ലേബർ ഷോർട്ടേജ്, സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഷോർട്ടേജ്, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ജർമ്മൻ ഭാഷയുടെ പഠനവും ജർമ്മനിയുമായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ബന്ധവും ഉള്ളത്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടും ജർമ്മനിയിലേക്ക് ധാരാളം പേർ കേരളത്തിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ നിന്നും മറ്റനേകം രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ പുതിയ തലമുറ ജർമ്മൻ പഠിക്കാൻ വേണ്ടി കൂടുതലായി ജർമ്മൻ ഭാഷയോട് ആകർഷിക്കപ്പെടുന്നത്. അതുപോലെ ജർമ്മനിയുടെ റിച്ച് ആയിട്ടുള്ള അതിൻ്റെ ഫിലോസഫി ആവട്ടെ, സയൻസ് ആവട്ടെ, അല്ലെങ്കിൽ സംസ്കാരമാവട്ടെ, സാഹിത്യമാവട്ടെ, ഏത് മേഖലയിലായാലും, എന്തിനു പറയുന്നു, നമ്മുടെ മലയാളം ഭാഷയിലും സംസ്കാരത്തിലുമൊക്കെയും ജർമ്മൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ടാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എവിടെ ജർമ്മൻ പഠിക്കാൻ സാധിക്കും? ജർമ്മൻ ഭാഷ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും നല്ല രീതിയിൽ, നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും കേരള യൂണിവേഴ്സിറ്റിയുടെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. സൈനെ ഫ്രോയിൻഡിൽ യാന ഫ്രാഗ്ഡ് hatten Sie keine Ahnung? Hattest du keine Ahnung? Was möchten Sie eigentlich? Was möchtest du eigentlich einkaufen? ഞാനിപ്പോൾ ഉള്ളത് കേരള യൂണിവേഴ്സിറ്റി പാളയം ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മൻ്റെ മുന്നിലാണ്. ഇന്നത്തെ എപ്പിസോഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മനെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ നടത്തി വരുന്ന കോഴ്സുകളെക്കുറിച്ചും ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. ഈ ഒരു എപ്പിസോഡ് എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ്. എന്തുകൊണ്ടെന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മനിലെ ഒരു മുൻകാല വിദ്യാർത്ഥിയാണ് ഞാൻ. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ജർമ്മൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് വളരെ വിജയകരമായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച വ്യക്തി കൂടിയാണ് ഞാൻ. അക്കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഡോക്ടർ എസ് ശ്രീകാന്തൻ സാറായിരുന്നു. ശ്രീകാന്തൻ സാറിനെ കുറിച്ച് പറഞ്ഞാൽ എന്നെ ഇന്നേവരെ പഠിപ്പിച്ച ഏറ്റവും മികച്ച 5 അധ്യാപകരിൽ ഒരാളാണ് ശ്രീകാന്തൻ സാർ. നിർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിനുള്ളൊരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മൻ ആരംഭിക്കുന്നത് 1961-ലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 64-65 വർഷത്തെ പാരമ്പര്യം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അവകാശപ്പെടാനുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മനെ പരിചയപ്പെടുത്താൻ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ അനീസ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. 1961 മുതൽ കേരള സർവകലാശാലയുടെ ഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റാണ് ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ്. ജർമ്മനിയുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിരുന്ന, പിന്നീട് അക്കാഡമിക് എക്സ്ചേഞ്ച് പ്രോഗ്രാമായ കൾച്ചറൽ മിനിസ്ട്രിക്ക് കീഴിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ഡാഡ് എന്ന് പറയുന്ന ഏജൻസിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായി അവരിവിടെ വരികയും കേരള യൂണിവേഴ്സിറ്റിയുമായി കൈകോർക്കുകയും ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രയാണം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെയുള്ള ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിന് സ്ഥാപകർ അവരായതുകൊണ്ട് തന്നെ, ജർമ്മൻകാരായതുകൊണ്ട് തന്നെ അവർ പിന്നീട് 1982 വരെ അവരായിരുന്നു ഇവിടെ നമ്മുടെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്മാരായിട്ട് പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിൽ അവർ തന്നെ ടീച്ചേഴ്സായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അതിനുശേഷം ആണ് ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്ഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ തന്നെ സ്റ്റുഡൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ മുന്നോട്ട് നയിക്കുകയുണ്ടായത്. അപ്പോൾ അവർ ഇവിടെ ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും ഡാഡിന് കീഴിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി പിന്നീട് അതിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ 14,000-ഓളം പുസ്തകങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതുപോലെ വിദേശത്തും നമ്മുടെ അലുമിനസ് അല്ലെങ്കിൽ അലുമിനികളായിട്ടുള്ള സ്റ്റുഡൻസ്, നമ്മുടെ ഫോമർ സ്റ്റുഡൻസ് പ്രൊഫസർമാരായിക്കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ ജർമ്മൻ കൗൺസിലേറ്റിലെ ജർമ്മൻ കോൺസോൾമാരായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട അലുമിനസ് നമുക്കുണ്ട്. അങ്ങനെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിക്കൊണ്ട് ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭാവനകൾ നിരവധിയാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മനിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ 4 കോഴ്സുകളാണ് ഉണ്ടായിരുന്നത്. 1 വർഷം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ്, 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സ്, 2 വർഷം ദൈർഘ്യമുള്ള PG കോഴ്സ്, MA ജർമ്മൻ, പിന്നെ PhD. ഈ അടുത്ത കാലത്തായിട്ട് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാവുന്ന ഒരുപിടി ഷോർട്ട് ടേം കോഴ്സുകളും ആരംഭിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇനി നമുക്ക് ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സുകളെ ഒന്ന് പരിചയപ്പെടാം. കോഴ്സുകളെ പരിചയപ്പെടുത്തുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റൊരു അധ്യാപകനായ ശ്രീകുമാർ സാറാണ്. കേരള സർവകലാശാലയിലെ ജർമ്മൻ പഠന വിഭാഗത്തിൽ ആരംഭിക്കുന്ന 1961 അന്ന് ആരംഭിച്ച ജർമ്മൻ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ പ്രോഗ്രാം, അതിനുശേഷം ആരംഭിച്ച MA ജർമ്മൻ പ്രോഗ്രാം, PhD പ്രോഗ്രാം, ഇപ്പോൾ റീസെൻ്റ്ലി 2022 ആരംഭിച്ച ജർമ്മൻ A1, A2, B1, B2, C1, C2 ഇങ്ങനെ 6 പുതിയ ഷോർട്ട് ടേം പ്രോഗ്രാം കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ജർമ്മനിയിലും യൂറോപ്പിലും ഭാഷ പഠിക്കുന്നതിൻ്റെ വാക്കുകളാണ് ABC. അപ്പോൾ ഇതെല്ലാം ഷോർട്ട് ടൈം പ്രോഗ്രാമുകളാണ്. അങ്ങനെ എല്ലാ ജർമ്മൻ ഭാഷയും കുട്ടികൾ വേണ്ട ആവശ്യപ്പെട്ട കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഈ പുതിയതായി ആരംഭിച്ച 4 ഇയർ പ്രോഗ്രാമിൽ മൈനർ ജർമ്മൻ BA മൈനർ ജർമ്മൻ പ്രോഗ്രാമുണ്ട്. FIUGP എന്ന പ്രോഗ്രാമിൽ അവിടെ AEC പ്രോഗ്രാം, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, പഴയ പ്രോഗ്രാമിൽ പറഞ്ഞുകൊണ്ടിരുന്ന സെക്കൻഡ് ലാംഗ്വേജ് പ്രോഗ്രാം, അതിപ്പോൾ AEC കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതും നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ കോഴ്സുകളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരെ പഠിക്കുന്നു. അവരോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരെ വന്നു പഠിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശസ്തിയുടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നമുക്കിവരിൽ കുറച്ച് വിദ്യാർത്ഥികളെ പരിചയപ്പെട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിയാം. Hello, my name is Shivam and I'm from Bihar, and currently I'm pursuing my master's in German department. This is one of the best department in this university. Here we have got a very big library. In the library there's a plethora of books from different genres and different writers, and here we get lot of opportunities. For instance, recently I appeared for the DAAD examination and I passed the exam, and right now I'm looking forward to get a scholarship in Germany. मेरा नाम सैंड्रा है और ये मेरे दोस्त मोनिशा है. हम दोनों जर्मन कंटिन्यूइंग एजुकेशन के तौर में सीख रहे हैं, और हम बेसिकली हिंदी और अदर लैंग्वेजेस के ट्यूशन्स लेते हैं. तो हमें ट्यूशन में भी ये पॉसिबिलिटी दिखती है कि बच्चे KV के जो स्टूडेंट्स हैं वो ज़्यादा जर्मन कोर्स के लिए भी प्रेफर कर रहे हैं, तो वो ट्यूशन के लिए आ रहे हैं. इसलिए हम A1 का कोर्स ज्वाइन किया है. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുടെ ഒരു വലിയൊരു പട്ടിക തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിരത്താനുണ്ടാകും. അതിൽ ചില നേട്ടങ്ങളെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവും അധ്യാപകനുമായ പ്രൊഫസർ ഡോക്ടർ ശ്രീകാന്ത് സാറിനെ സ്മരിച്ചുകൊണ്ട് നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ഇവിടുത്തെ ലൈബ്രറിയാണ്. 13,000-ഓളം വരുന്ന ജർമ്മൻ ബുക്കുകൾ. ഇത് ഇന്ത്യയിലെ തന്നെ ഈവൻ ജർമ്മനിയെ പോലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് കളക്ഷനാണ്. ഡിഫറെൻറ്റ് തരത്തിലുള്ള ലാംഗ്വേജ് ബുക്സുകളും ലിറ്ററേച്ചർ ബുക്കുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഇത് കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും അധികം സഹായമാകുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കുള്ള സ്മാർട്ട് ക്ലാസ് റൂം, പിന്നെ ഇവിടെയുള്ള പുതിയതായിട്ട് ആരംഭിച്ച സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ നമ്മളിരിക്കുന്നത് സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ എന്ന പുതിയ
സെൻറ്ററിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ പുതിയ സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ ആരംഭിക്കുന്നത് 2023 നവംബർ മാസത്തോടു കൂടിയാണ്. കേരള സർവകലാശാല 1 മില്യൺ റുപ്പീസ് മുടക്കിക്കൊണ്ടാണ് ഈ സെൻറ്റർ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്നും ജർമ്മനിലേക്കും ജർമ്മനിൽ നിന്നും മലയാളത്തിലേക്കും സാഹിത്യകൃതികളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുക, അങ്ങനെ ലിറ്റററി ട്രാൻസ്ലേഷൻ വർക്ക്. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ, മൾട്ടിനാഷണൽ കമ്പനികൾക്കും വ്യക്തികൾക്കും സർട്ടിഫിക്കറ്റുകളും ലീഗൽ ഡോക്യുമെൻറ്റുകളും സയൻറ്റിഫിക് ഡോക്യുമെൻറ്റുകളും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ട്രാഡോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ട്രാൻസ്ലേഷൻ നടത്തുന്നത്. ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സെൻറ്ററിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ സെൻറ്ററിൽ ട്രാഡോ സോഫ്റ്റ്വെയറിൻ്റെ പരിചയപ്പെടലും ജർമ്മൻ സാഹിത്യകൃതികളെ മലയാളത്തിലേക്കും ഇന്ത്യൻ മറ്റ് ലാംഗ്വേജുകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയും ഉള്ള പരിചയമാണ് കൊടുക്കുന്നത്. സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ്റെ കീഴിൽ ജർമ്മൻ സാഹിത്യത്തെ മലയാളത്തിലേക്കും മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യുന്ന ഒരു നാഷണൽ കോൺഫറൻസ് നടത്തിയിരുന്നു. ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ജർമ്മൻ ഭാഷാ പഠനത്തിൽ പങ്കെടുക്കുകയും അവർ വിവിധ സാഹിത്യകൃതികളെ മലയാളത്തിലേക്കും ഇന്ത്യൻ ലാംഗ്വേജിലും തർജ്ജമ ചെയ്തു. അതിൻ്റെ ബുക്ക് ഇപ്പോൾ നമ്മൾ പബ്ലിഷിംഗ് സ്റ്റേജിലേക്കാണ്. ഈ സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ്റെ കീഴിൽ നിന്നുകൊണ്ട് വിയന്ന യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷനുമായുള്ള MOU സൈൻ ചെയ്യാനുള്ള ഘട്ടത്തിലേക്കാണ്. മറ്റ് നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സർവകലാശാല ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ജർമ്മൻ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ഇൻഡോ ജർമ്മൻ എന്ന് പറഞ്ഞ പീർ റിവ്യൂഡ് ജേണൽ, ISS നമ്പേർഡ് ജേണലാണ്. 1970 ഈ ജേണൽ ആരംഭിക്കുന്നത്. ജർമ്മൻകാരായിരുന്നു ആരംഭിച്ച ഈ ജേണൽ. ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് ഈ ജേണൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ ഈ പബ്ലിക്കേഷൻസ് എല്ലാ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും വിദ്യാർത്ഥികളും അധ്യാപകർക്കും വളരെയധികം യൂസ്ഫുൾ ആണ്. എൻ്റെ പേര് ഭാമിനി എന്നാണ്. ഞാനിവിടെ A1 കോഴ്സ് ചെയ്യുന്നു. എനിക്ക് ജർമ്മൻ താല്പര്യമുള്ളതുകൊണ്ട് ചേരുന്നതാണ്. ലാംഗ്വേജസ് എനിക്കിഷ്ടമാണ്. ഇവിടെ A1 കോഴ്സ് നല്ലതാണ്. ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഗ്രാമറൊക്കെ നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ പേര് ആമിർ സുഹേൽ. ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മൻ MA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അധ്യാപകരായാലും മറ്റ് സ്റ്റാഫുകളായാലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇവിടെ പഠിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി ഞാനും പ്രേക്ഷകരുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുക ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത കാലത്ത് നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. നിലവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കേരള സർക്കാരിന് കീഴിലുള്ള ഒഡേപെക് എന്ന് പറയുന്ന ഓവർസീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ് ഏജൻസിയുമായിട്ട് ഒരു ടൈപ്പാണുള്ളത്. ആ ടൈപ്പിൽ ഒരു MOU പ്രകാരമുള്ള ടൈപ്പിൽ മുഖേന നമുക്ക് 157 നഴ്സുമാരെ ജർമ്മനിയിലേക്ക് അവരുടെ ജർമ്മൻ മൈഗ്രേഷന് സഹായകമാവാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസ് അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുകയും അങ്ങനെ അവർ സർട്ടിഫിക്കറ്റുകൾ നേടി ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർക്കയുമായി മറ്റൊരു ടൈപ്പിനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതും പ്രോസസ്സിലാണ്. അങ്ങനെ അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടി ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി തന്നെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിന് ജർമ്മൻ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയുമായി ഈയിടെ നമ്മൾ നടത്താനിരിക്കുന്ന ഒരു MOU ആണ്. അത് സഫലമാവുന്നതോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ ജർമ്മനിയിൽ പോകാനുള്ള വലിയൊരു അവസരം, ജർമ്മനിയിൽ പോവുകയും അവിടുത്തെ പ്രൊഫസേഴ്സുമായിട്ട് സംവദിക്കാനും ഒക്കെ പഠിക്കാനും ഒരു സെമസ്റ്റർ കോഴ്സ് ചെയ്യുവാനും ഒക്കെയുള്ള ഒരു വലിയ അവസരം തന്നെ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നുണ്ട്. അത് ഒരു വലിയ ഒരു മാറ്റം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിലേക്ക് ജർമ്മൻ ഭാഷയെ നിഘണ്ടുവായി പരിവർത്തിച്ചിട്ടുള്ളതും കേരള യൂണിവേഴ്സിറ്റിയിലെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ ഹെഡായിരുന്ന CV ചാക്കോ സാറിൻ്റെ ഒരു പ്രയത്നം കൊണ്ടുള്ള ഒരു ഡിക്ഷണറിയും ജർമ്മൻ മലയാളം ഡിക്ഷണറി നമ്മുടെ പബ്ലിക്കേഷനായി നിലവിലുണ്ട്. അതിൻ്റെ മലയാളം ഇൻറ്റു ജർമ്മൻ ഒരു ഡിക്ഷണറി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രയത്നത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ പേര് ആര്യ. ഞാനൊരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ്. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സുവോളജി. എൻ്റെ PhDയുടെ റിസർച്ച് ചെയ്യണമെന്നാണ് താല്പര്യം ജർമ്മനിയിൽ. എനിക്കിവിടെ CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പം ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനി പോകണമെന്നുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും ജർമ്മൻ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നമുക്ക് PhDയുടെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് നമുക്കറിയാൻ സാധിച്ചു. അപ്പോൾ ഈ കോഴ്സ് എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എൻ്റെ പേര് സജൻ. ഞാൻ
ഒരു PG സ്റ്റുഡൻ്റാണ്. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഇമ്മേർഷൻ പ്രോഗ്രാമാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും രാധിക മാം ആയാലും അനീസ് സാർ ആയാലും ഫുള്ള് ക്ലാസ് എൻ്റർടൈൻ ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണ്. ആസ് ടൈം വെൻഡ് ഓൺ നമുക്കത് എളുപ്പമായി തോന്നി, നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇമ്മേർഷൻ പ്രോഗ്രാം ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് ഒരു നല്ല ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും ഇതിനോടകം മനസ്സിലെങ്കിലും ചോദിച്ചു തുടങ്ങിയ ഒരു ചോദ്യമുണ്ടാകും. ചോദ്യം ഇതാണ്: ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കേണ്ടത്? ഇത്തരത്തിലൊരു ചോദ്യമാണ് താങ്കൾക്ക് ലഭിക്കുന്നതെങ്കിൽ താങ്കൾ എത്തരത്തിലായിരിക്കും അതിന് ഉത്തരം നൽകുക? ജർമ്മൻ പഠിക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. എല്ലാവരും ജർമ്മൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ എവിടെ പഠിക്കുന്നു അല്ലെങ്കിൽ ആര് പഠിപ്പിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. നിങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് A2 ലെവൽ പഠിച്ച ആളുകൾ തന്നെ A1 പഠിപ്പിക്കുന്ന ഒരു ദയനീയമായ സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കുള്ളത് തീർച്ചയായും UGC ക്വാളിഫൈഡായ UGC നെറ്റ് ക്വാളിഫൈഡായ അധ്യാപകരാണ്. അതും വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ജർമ്മൻ പഠനം സാധ്യമാവുന്നത് തീർച്ചയായും കേരള യൂണിവേഴ്സിറ്റിയിലെ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. ജർമ്മനിയിലെ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും വിദേശ വിദ്യാർത്ഥികൾക്ക് പോലും വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ള വിവരം ഏവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. ജർമ്മനിയുടെ സമീപത്ത് കിടക്കുന്ന പ്രദേശങ്ങളായ ഓസ്ട്രിയ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ ഔദ്യോഗിക ഭാഷ ജർമ്മൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയോ അതുമല്ലെങ്കിൽ കരിയർ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ അറിഞ്ഞേ മതിയാകും. അതിനാൽ ഏറ്റവും മികച്ച രീതിയിൽ ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ചേർന്ന് തന്നെ ജർമ്മൻ സ്വായത്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായി ഓരോരുത്തരെയും കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജർമ്മനിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ്.